കർത്താവിൻ്റെയും മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങൾ ഈ നിമിഷം അർപ്പിക്കുകയാണ്. ഈ സന്ദേശം നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിനകത്തൊരു വലിയ അനുഗ്രഹമാകട്ടെ എന്ന് ഞാൻ കർത്താവിൽ ആശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. പ്രാർത്ഥനയോടെ തിരുവചന ചിന്തയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിരിക്കുകയാണ്. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 5-ഉം 6-ഉം വാക്യങ്ങൾ. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. ഈ വാക്യങ്ങൾ കേട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അനുസരിക്കുവാനുള്ള ഒരു ആഹ്വാനമാണ് ഈ അധ്യായത്തിൻ്റെ പ്രതിപാദന വിഷയമെന്ന് പറയുന്നത്. നമുക്കറിയാം, ഈ തലമുറ ഒരു വലിയ തകർച്ചയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലേ? നമുക്കറിയാം, ഇന്ന് ഈ സാഹചര്യം 2025 ആണ്ടിൻ്റെ ഈ 3-ാം മാസം ചില ദിവസങ്ങൾ മാത്രമാണ് പിന്നിട്ട്, അല്ലേ? ഈ ദിവസങ്ങൾക്കകത്ത് വെച്ച് നമ്മൾ നമ്മുടെ ഓരോ ദിവസവുമുള്ള വാർത്തകളും, പത്രവാർത്തകളാകട്ടെ, അതുപോലെ സ്തോത്രം ടി വി മാധ്യമങ്ങൾ, ടി വിയിലൂടെ നമ്മൾ കേൾക്കുന്ന വാർത്തകളാകട്ടെ, യൂട്യൂബിലൂടെ ഒക്കെ നമ്മൾ കേൾക്കുന്ന വാർത്തകളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ, ഓൺലൈൻ മീഡിയ ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ, ഒരുപാട് സ്തോത്രം ദുഷ്ടത നിറഞ്ഞൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്, അല്ലേ? ഇപ്പോഴത്തെ സാഹചര്യം നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ സ്തോത്രം ദുഷ്ടതയിലേക്ക് പോകുന്ന, അല്ലെങ്കിൽ ക്രൂരത്വം പ്രവർത്തിക്കുന്ന, സഹപാഠികളെ ആക്രമിക്കുന്ന, ഇല്ലെങ്കിൽ കൊല്ലുവാൻ വേണ്ടിയുള്ള ആഹ്വാനങ്ങൾ നടത്തുന്ന, അല്ലെങ്കിൽ കൊന്നുകളയുന്ന, അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലേ? എങ്ങനെ ഈ തലമുറയെ നമുക്ക് ദൈവത്തിങ്കിലേക്ക് തിരിക്കുവാൻ തക്കവണ്ണം കഴിയും? എന്താണ് ഈ പ്രശ്നത്തിന് കാരണം? ഇന്നത്തെ നിയമ സംവിധാനങ്ങൾക്കോ ഭരണകർത്താക്കൾക്കോ ഇല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാർക്കോ പോലീസ് സംവിധാനത്തിനോ ഒക്കെ ഇതിനകത്ത് നിന്നൊരു ചേഞ്ച് വരുത്തുവാൻ കഴിയുമോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഒരു കാരണവശാലും കഴിയത്തില്ല. മനുഷ്യജീവിതത്തെ മാറ്റുവാൻ കഴിയുന്ന ഒരേ ഒരാൾ എന്ന് പറയുന്നത് ലോകത്തിൻ്റെ രക്ഷിതാവായ യേശുക്രിസ്തുവിന് മാത്രമാണ്. നമുക്കറിയാം അതല്ലേ? ജയിലിൽ കിടന്ന അല്ലെങ്കിൽ ക്രൂരതകൾ പ്രവർത്തിച്ച പലരും യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചില്ലെങ്കിൽ യേശുവിൻ്റെ സ്നേഹം അറിഞ്ഞ് പലരും ദിവ്യമായ സ്നേഹത്തിലേക്ക്, ദിവ്യമായ ദൈവകൃപയിലേക്കൊക്കെ തിരിച്ചു വന്ന് മനുഷ്യസ്നേഹികളായി മാറിയ അനേകരെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. നരഭോജികളെ സ്തോത്രം നരസ്നേഹികളാക്കി മാറ്റിയതാണ് നമ്മുടെ കർത്താവിൻ്റെ സ്നേഹം എന്ന് പറയുന്നത്, അല്ലേ? എന്താണ് ഈ തലമുറയുടെ പ്രശ്നം? ദൈവത്തിൽ ആശ്രയിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. കുറച്ചുകൂടി ഇറങ്ങിപ്പറഞ്ഞാൽ സ്വന്തമായ താല്പര്യങ്ങളിലേക്ക് അപ്പനെ അമ്മയെ അനുസരിക്കാൻ കഴിയുന്നില്ല, ഇല്ലെങ്കിൽ സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് കീഴടങ്ങാൻ ഈ തലമുറയ്ക്ക് കഴിയുന്നില്ല, ഇല്ലെങ്കിൽ ഇന്നത്തെ ക്രൈസ്തവ മേഖലയിൽ ദൈവസഭകൾക്കോ കർത്തൃദാസന്മാർക്കോ കീഴടങ്ങാൻ ഈ തലമുറയ്ക്ക് കഴിയുന്നില്ല. ഇതൊക്കെയാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത്. അതാണ് ഈ വാക്യത്തിൻ്റെ പ്രസക്ത ഭാഗമെന്ന് പറയുന്നത്. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ എന്ത് ചെയ്യണം? നമ്മൾ ആശ്രയിക്കണം, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. സ്തോത്രം. അപ്പം നമ്മുടെ തീരുമാനങ്ങളല്ല ശരി, എല്ലാ തീരുമാനങ്ങളും ശരിയല്ല, നമ്മളെ തകർക്കുന്നതാണ്, നമ്മളെ നശിപ്പിക്കുന്നതാണ്, അല്ല? സ്തോത്രം. ഈ ലേഖനത്തിലൊക്കെ നമ്മൾ പൗലോസിന്റെ ലേഖനങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് മനുഷ്യ സ്നേഹികളും വമ്പ് പറയുന്നവരും നിഷ്ഠൂരന്മാരും അപര്യമയും ബഹുമാനിക്കാത്തവരായി മാറുമെന്ന് ഈ കാലത്തെക്കുറിച്ച് വളരെ വ്യക്തമായ രീതിയിൽ തിരുവചനം പരാമർശിക്കപ്പെടുമ്പോൾ എന്നെ ശ്രദ്ധിക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ചേഞ്ച് ചെയ്യാൻ, നിങ്ങളെ മാറ്റാൻ ദൈവത്തിന് കഴിയും. പക്ഷേ നിങ്ങൾ ദൈവത്തിനെ ആശ്രയിച്ച് സ്വന്തം വിവേകത്തിൽ ഊന്നരുത് എന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. അടുത്ത ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കണം. നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. എന്തുകൊണ്ടാണ് ഈ സംഭവത്തിന് കാരണം? ദൈവത്തെ നനയ്ക്കാത്ത ഹൃദയം, ഇല്ലെങ്കിൽ ദൈവം എന്നുള്ളൊരു ചിന്ത മനസ്സിൽ പോലും നിരീക്ഷിക്കാത്ത തരത്തിലുള്ള ഹൃദയം ഉള്ളവരാണ് ഇന്ന് ലോകത്തിൽ ജീവിക്കുന്നത്, അല്ലേ? അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, ദൈവത്തിൽ നനയ്ക്കുവാൻ ഈ തലമുറ തയ്യാറായാൽ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ, നിങ്ങളുടെ പാതകളെ അവൻ നേരെയാക്കുവാൻ തക്കവണ്ണം ഇടയാകും. എന്നെ സ്നേഹിക്കുന്ന ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോട്, മാതാക്കളോട്, പിതാക്കളോട്, സ്തോത്രം സമൂഹത്തോട് എനിക്ക് പറയാൻ കഴിയുന്ന ഒരു ചെറിയ സന്ദേശം ഞാൻ ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുമായി കൈമാറുകയാണ്. യേശുവിനല്ലാതെ ഈ സാഹചര്യത്തെ മാറ്റുവാൻ വേറെ ആർക്കും കഴിയത്തില്ല. അതുകൊണ്ട് ഈ അവസ്ഥകൾക്ക് മാറ്റം വരാൻ ദൈവത്തിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നാതിരിക്കുക. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കുക. പരിശുദ്ധ
പിതാവ് ഈ സന്ദേശത്തിനാണ് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. അവിടെ നിന്ന് ഞങ്ങളെ സഹായിച്ചാട്ട് ഈ സന്ദേശം അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവുമായി മാറുവാൻ സ്വർഗം ഇടവരുത്തും. എല്ലാ മഹത്വവും കർത്താവിന് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.